ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. ഒരു കാലത്ത് പൂച്ചെടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഞാൻ പിന്നീട് എപ്പോഴൊക്കെയോ ഇലച്ചെടികളോടായി പ്രേമം. പിന്നെ അതൊക്കെ മാറി 2025 ആയപ്പോഴേക്കും പിന്നീടും പൂച്ചെടികളിലേക്കായി വീണ്ടും. അങ്ങനെ ബ്രൈഡൽ ബൊക്കയിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? ഇങ്ങനെ ഓരോ പൂക്കളും വിരിയുന്നതും നോക്കി രാവിലെ പൂന്തോട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങാറുണ്ട്. അതിൽ പൂമ്പാറ്റകൾ വരുന്നതൊക്കെ എന്നെ സന്തോഷം പകരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കും അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. ഇവയുടെ വളർച്ചയും തളർച്ചയും എല്ലാം എന്നെയും ഒരേപോലെ ബാധിക്കാറുണ്ട്. രാവിലെ ചെടികൾ വിടർന്ന് പൂക്കളായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്തൊക്കെയോ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു സമയമായി തോന്നും പൂക്കളെ കാണുമ്പോൾ. പിന്നീട് എപ്പോഴൊക്കെയോ പൂക്കളിങ്ങനെ നശിച്ചു പോവുകയും അതിന് പുഴുക്കുത്ത് വരികയും ഒക്കെ ചെയ്യുമ്പോഴും എനിക്കും വിഷമമാണ്. എന്താണ് അതിനുള്ള പരിഹാരം തേടി പിന്നെ യൂട്യൂബ് ചാനലായ ചാനലിലൊക്കെ കയറി ഇറങ്ങാറുണ്ട്. അങ്ങനെ കണ്ട് ചെടികളോട് ഇഷ്ടം കൂടിക്കൂടി ഇപ്പം ഒരു വലിയ ഗാർഡനിലേക്കായി എൻ്റെ അതിൽ നിന്നും സെയിലും പതുക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെടികളെ ഇഷ്ടമാണെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വിവിധ തരത്തിലുള്ള ഇലച്ചെടികളും പൂച്ചെടികളുടെയും ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ശേഖരം തന്നെ എൻ്റെ പക്കലുണ്ട്. അതിനുള്ള വീഡിയോസ് ഒന്നൊന്നായി കാണാം.